ഏതോ അതിപുരാതനമായ വീഡിയോ ആണല്ലോ എന്ന് നിങ്ങൾ ഓർത്ത് കാണും. അതെ, അതിപുരാതനമായൊരു വീഡിയോ തന്നെയാണ്. 1947 ഇറങ്ങിയിട്ടുള്ള ഡോണ്ട് ബി എ സക്കർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഡോക്യുമെൻ്ററിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് ഫിലിം എന്നൊക്കെ പറയാൻ പറ്റും. ഇറ്റ്സ് എ ഡോക്യുമെൻ്റഡ് വൺ. ഇത് എന്തിനെ സൃഷ്ടിച്ചു, എന്താണ് ഇപ്പോഴിതിനെപ്പറ്റി പറയാനുള്ള കാരണം, എന്തുകൊണ്ട് നിങ്ങളിത് കാണണം എന്ന് ഞാൻ പറയുന്നു എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഇത് നിങ്ങൾ കാണുന്ന സമയത്ത് 1947 ഇറങ്ങിയ ഒരു പുരാതനമായൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് നമ്മുടെ ചുറ്റിലും ഇപ്പം കാണാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും പുതിയ വാർത്തകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. 1947 കാലഘട്ടത്തിൽ ആ മനുഷ്യർ എന്തിലൂടെ, അതിന് മുൻപ് 1947 ഈ ഡോക്യുമെൻ്ററി ഇറങ്ങി, അതിനു മുമ്പ് നടന്ന കുറേ സംഭവങ്ങളാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ചുറ്റിലും നടക്കുന്നതാണ്. ഇത് എന്തുകൊണ്ട് നമ്മൾ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സ്, ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ എൻഡ് എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ അറിയാം. കാരണം അത് ചരിത്രമാണ് ഓൾറെഡി. അത് നമ്മൾക്ക് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഓടിച്ച് കുറച്ച് ഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിക്കാം. കാരണം മുഴുവൻ വീഡിയോ നിങ്ങൾക്ക് പിന്നെ യൂട്യൂബിൽ കണ്ടാൽ മതിയല്ലോ. ഞാനതിനെ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നത്. ഇവിടെ പറയുന്നത് അമേരിക്കയിൽ എല്ലാ നന്മകളും ഉണ്ടായിരുന്നു. വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, വലിയ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള എന്താ പറയുക, വലിയ വലിയ കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ആളുകൾ എന്ത് പണിക്കും പോകുന്ന വളരെ എന്താ പറയുക, കർമ്മോത്സുകരായിരുന്ന ആളുകൾ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വലിയ പോപ്പുലേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Enough to work the farm and build the factories, dig the mines, and run the business. All kinds of people from different countries with different religions, different colored skins. പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല മതങ്ങളിൽ വിശ്വസിക്കുന്നവർ, തൊലിക്ക് പല പല നിറങ്ങളുള്ളവർ, ഇവരെല്ലാവരും ഒരുമിച്ച് ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. To say what they pleased, go to their own churches. അവർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോകാനും ഇഷ്ടപ്പെട്ടത് പറയാനും എല്ലാം പ്രചരിപ്പിക്കാനും എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. ഈ മൈക്ക് എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിന് അവനെ പറയുന്നത് അമേരിക്ക, ഹി ഹാഡ് സംതിങ്, അവൻ എന്തൊക്കെയോ കയ്യിലുണ്ടായിരുന്നു. എന്താ ഉണ്ടായിരുന്നു? അമേരിക്ക, ആ ഒരു മനോഹരമായ രാജ്യം അവർക്ക് സ്വന്തമായിരുന്നു. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ, അത് കേൾക്കേ. You want to know why you're not getting the breaks you deserve? Well, I'm not a politician, but I've made it my business to study these things, and I happen to know the facts. Now, friends, I'm just an average American, but I'm an American, and some of the things I see in this country of ours make my blood boil. I see people with foreign accents making all the money. I see Negroes holding jobs that belong to me and you. Now I ask you, if we allow this thing to go on, what's going to become? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ പേ ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾക്ക് പൈസയൊന്നും കിട്ടുന്നില്ല എന്നുള്ള സത്യാവസ്ഥ എനിക്കറിയാം, നിങ്ങളെപ്പോലെ തന്നെ. പക്ഷേ ഞാനിതിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഞാനൊരു സാധാരണക്കാരനായ അമേരിക്കക്കാരനാണ്. ഞാനിവിടെ നോക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇതിനൊക്കെയുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എനിക്ക് കിട്ടേണ്ട ജോലി ഇവിടെ ഏതോ ഒരു നീഗ്രോക്കാരൻ വന്നെടുക്കുന്നു. മറ്റുള്ള ഫോറിൻ ആക്സൻസ്, ഫോറിൻ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, ഫോറിൻ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് പണിയെടുക്കുന്നു. എനിക്ക് കിട്ടേണ്ട അവസരങ്ങളും എനിക്ക് കിട്ടേണ്ട പണവും അവർ കവർന്നെടുത്തുകൊണ്ട് പോകുന്നു. ഈ രാജ്യം എൻ്റെയാണ്, അല്ലാതെ അവരുടെ അല്ല എന്നൊക്കെയാണ് ഇയാളോട് പറഞ്ഞു കൊടുക്കുന്നത്. ബാക്കി നോക്കാം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ. This kind of talk before, but I never expected to hear it in America. This fellow seems to know what he's talking about. Yes, he knows all right. Okay, ഞാൻ ഈ സംസാരം മുൻപ്, ഈ വയസ്സായിട്ടുള്ള ആൾ പറയുകയാണ്, ഞാൻ ഈ സംസാരം മുൻപ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഞാനത് അമേരിക്കയിൽ കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ചെറുപ്പക്കാരൻ പറയാം, പക്ഷെ അയാൾ പറയുന്നത് എന്താണെന്ന് അയാൾക്ക് അറിയാൻ തോന്നുന്നു, അയാൾ പറയുന്ന കാര്യമാണ് എന്നാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. അപ്പോൾ മറ്റേയാൾ പറയാണ്, ശരിയാണ്, അയാൾക്ക് പറയണത് എന്താണെന്ന് അയാൾക്ക് അറിയാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയണം. ഒരു സർക്കസം, അല്ലെങ്കിൽ അയാൾ ഉള്ളിൽ എന്തോ അങ്ങനെ ആലോചിച്ചുകൊണ്ട് പറയുന്ന പോലെ. You'll find it right here in this little pamphlet. The truth about Negroes and foreigners. The truth about the Catholic Church. Now, friend. Okay.
ഇനി നമ്മൾ എന്താണ് പിന്നെ ഇതിനെതിരെ നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ഇതാക്കേണ്ടത്? ഇതിനകത്തുണ്ട്, ഈ പാംപ്ലെറ്റിലുണ്ട് നെയ്ഗ്രോസ് ആരാണെന്നും ഫോറിനേഴ്സ് ആരാണെന്നും അവരുടെ സത്യാവസ്ഥ എന്താണെന്നും നിങ്ങൾ ഈ പാംപ്ലെറ്റ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്ന് പറഞ്ഞ് ഇതാക്കണം. അതായത് അവരാണ് കുറ്റക്കാർ, ഈ നാടിൻ്റെ ഇവർക്കെന്തോ അവസരങ്ങൾ കിട്ടാതെ പോയതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഈ ബാക്കിയുള്ളവരുടെ മേത്ത് ചാരയാണ്. ഇനി ഈ പറഞ്ഞു വരുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവരൊക്കെ മോശക്കാരാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് അറിയാം എന്താ സംഭവിക്കുന്നതെന്ന്, അത് അവിടെ നമ്മൾ അതിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ പറയാണ്, ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്നിട്ട് ഓരോന്നായിട്ട് പറയും കേട്ടോ. അതായത് നീഗ്രോസ്, ഫോറിനേഴ്സ്, പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് പറയും. ഇനി ആ ചെറുപ്പക്കാരൻ്റെ റിയാക്ഷൻ നോക്കിക്കോളൂ. Paid for by real Americans who want others to know the truth. Excuse me, young man, but are you actually going to read that stuff? Sure, why not? You heard what he said, didn't you? Yes, I heard. But do you believe in that kind of talk? I don't know, makes pretty good sense to me. I'm speaking to you as an American. And I tell you, friends, we'll never be able to call this country our own until it's a country without. Without what? Yeah, without what? Without Negroes. Without alien foreigners. Without Catholics. Without Freemasons. ഓക്കേ, ഇപ്പം അയാൾ പറഞ്ഞത് എന്താണ്? ഈ പിന്നെ ഒരു ട്രൂ അമേരിക്കൻ, ഈ രാജ്യം നമ്മുടേതാണെന്ന് നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ആരൊക്കെ ഉണ്ടായിക്കൂടാ? അപ്പോൾ അവർ ചോദിക്കുകയാണ് ആരൊക്കെ ഉണ്ടായിക്കൂടാ? നീഗ്രോസ് ഉണ്ടായിക്കൂടാ, പിന്നെ ഫോറിനേഴ്സ് ഉണ്ടായിക്കൂടാ, ബ്ലാക്സ് ഉണ്ടായിക്കൂടാ, കാത്തലിക്സ് ഉണ്ടായിക്കൂടാ, കൂട്ടത്തിൽ മേസൺസ് ഉണ്ടായിക്കൂടാ. അതായത് ഇവർ പറയുന്നതെല്ലാം മൈനോറിറ്റീസിനെ പറ്റിയിട്ടാണ്. അതായത് ആ നാട്ടിലെ മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പിന്നെ ഈ പറഞ്ഞവരെല്ലാം, നീഗ്രോസ്, ഫോറിനേഴ്സ്, മറ്റേ കാത്തലിക്സ്, അങ്ങനെയുള്ളവരൊക്കെ. അതിൻ്റെ കൂട്ടത്തിൽ മേസൺസ് എന്ന് പറഞ്ഞു. അതിന് തൊട്ട് മുൻപ് ഈ പ്രായമായിട്ടുള്ള ആൾ ഇവനോട് ചോദിക്കുന്നുണ്ട്, നീ ഇതൊക്കെ വായിക്കാൻ പോവാണോ, നീ ആ പറയുന്നതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഇറ്റ് ആക്ച്വലി മേക്ക് സെൻസ് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ മേസൺസ് എന്ന് പറയുന്നവരെ മൂപ്പര്, ഈ ചെറുപ്പക്കാരൻ ആ നേരത്തെ അവിടെ ഷൗട്ട് ചെയ്തിരുന്ന, ആ അലറി വിളിച്ചുകൊണ്ടിരുന്ന ആളെ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. What's wrong with the Masons? I'm a Mason. Hey, that fellow's talking about me. And that makes a difference, doesn't it? These are your enemies. These are the people who are trying to take over our country. ഓക്കെ, അപ്പോൾ അയാൾ, ഈ ചെറുപ്പക്കാരൻ ശരിക്കും മേസണാണ്. അത് അമേരിക്കയിലെ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സീക്രട്ട് സൊസൈറ്റി എന്നൊക്കെ പറയുന്ന സാധനമില്ല, അതുപോലത്തെ എന്തൊരു സാധനമാണ്. ഇത് മൈനോറിറ്റിയാണ് എന്തായാലും മേസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചങ്ങായിക്ക് പെട്ടെന്ന് കൊണ്ടു, മൈ ഗോഡ്, അപ്പോൾ ഇയാൾ പറയുന്നത് എന്നെ പറ്റിയാണ്, ഈ രാജ്യത്തിൻ്റെ ശത്രു ഞാനാണെന്നാണ് പറയുന്നത്. അതുവരെ ബാക്കിയുള്ളവരെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ മിണ്ടാതെ അയാൾക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ആൾ ഓൾ ഓഫ് എ സഡൻ ഇയാളുടെ പേര് പറയുന്ന സമയത്ത് ഞാൻ ഈ രാജ്യത്തിൻ്റെ ശത്രു എന്ന് പറഞ്ഞ് ഞെട്ടുകയാണ്. അപ്പോഴാണ് അടുത്തുണ്ടായിരുന്ന ആ വയസ്സായിട്ടുള്ള ആൾ പറയുന്നത്, പിന്നെ ആൻഡ് ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്, ഡസ് ഇറ്റ്? അതൊരു വലിയ മാറ്റം വരുത്തി അല്ലേ ആ കാര്യങ്ങളിൽ. അതുവരെ അയാൾ പെർസീവ് ചെയ്തിരുന്നത് ഈ ചങ്ങാതി പറയുന്നത് സത്യമാണെന്നായിരുന്നു. അപ്പോൾ ഇയാളെ പറഞ്ഞപ്പോൾ, അവനവനെ പറഞ്ഞപ്പോഴാണ് അവർക്ക് പൊള്ളിയത്. ഇനിയാണ് ഈ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഇതുവരെ എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവിൻ്റെ കാര്യമാണ്. അതായത് ഈ ഹോൾ തീം എന്താണെന്നാണ് ഇതുവരെ പറഞ്ഞത്. ഇനി ഈ വയസ്സായിട്ടുള്ള ആൾ പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും അന്തസത്ത എന്ന് പറയുന്ന സംഭവം. അത് കുറച്ച് ബ്രോഡാണ്, കുറച്ച് ലോങ് ആണ്. നമ്മളതിൽ സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് നമ്മുടെ ലൈഫുമായിട്ട് ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ഓടിച്ചു പോകാം. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക. 22 മിനിറ്റിനടുത്തുണ്ട് ഈ വീഡിയോ, മുഴുവനായിട്ട് കാണുക. Now you know them. You know what they stand for. And it's up to you and me to fight them. Fight them and destroy them before they destroy us. ഈ രാജ്യം നമുക്ക് നഷ്ടപ്പെട്ട അവരുടെ കയ്യിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ അവരെ ഓടിക്കണം, അവർ ഈ രാജ്യത്ത് നിന്ന് ഒഴിവാക്കണം, എന്നാലേ നമ്മുടെ രാജ്യം നമ്മുടേതാവുള്ളൂ. Before he said Masons, you were ready to agree with him. Well, yes, but he was talking about, what about those other people? But in this country, we have no other people. We are American people, all of us. What about you? You aren't American, are you? I was born in Hungary, but now I am an American citizen. ഓക്കെ, അപ്പോൾ ഇയാൾ പറയാണ് മറ്റ് രാജ്യക്കാരോ, താനിതുവരെ ഈ മേസൺസ് എന്ന് പറയുന്നത് വരെ താൻ അവരെ സമ്മതിച്ചില്ല, അതെ ബാക്കിയുള്ളവരൊക്കെ പ്രശ്നക്കാരാണല്ലോ, അവരുടെ കാര്യമൊക്കെ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയാം നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഉണ്ടോ? നമ്മുടെ രാജ്യത്ത് നമ്മളെല്ലാവരും അമേരിക്കൻസ് അല്ലേ എന്ന് പറയാം. അപ്പോൾ ഇയാൾ ചോദിക്കും നിങ്ങൾ അമേരിക്കക്കാരനല്ലല്ലോ, നിങ്ങൾ ഹംഗറിയനല്ലേ? അതെ, ഞാൻ ഹംഗറിയിലാണ് ജനിച്ചത്, പക്ഷേ ഞാനിപ്പോൾ ഈ അമേരിക്കൻ സിറ്റിസനാണ്, ഞാൻ ഈ രാജ്യത്താണ് ജീവിക്കുന്നത്, ഇതാണ് എൻ്റെ രാജ്യം എന്നാണ് അയാൾ പറയുന്നത്. ഈ ഒരു സംസാരം
നമുക്കിത് പറഞ്ഞ് അങ്ങ് പോകും, അല്ലെങ്കിൽ ഇടയ്ക്ക് ലാസ്റ്റ് ഇതെല്ലാം കൂടെ പറയാൻ സമയം ഉണ്ടാവില്ല. ഈ സംസാരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും ഇത് കേട്ടിട്ടില്ലേ? ഇവിടെ വന്നു കയറിയവരാണ് പലരും എന്ന് പറയുന്ന ഒരു സമൂഹത്തെ നിങ്ങൾക്കറിയില്ല. നിങ്ങളൊരു കൂട്ടം ആൾക്കാർ, അവരുടേതാണ് ഈ രാജ്യം എന്ന് പറയുന്ന ആൾക്കാരില്ലേ? അവരുടെ ഈ രാജ്യം എന്ന് പറയുന്ന ഐ ആം എ ട്രൂ അമേരിക്കൻ എന്ന് പറയുന്ന അയാൾ എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. റെഡ് ഇന്ത്യക്കാരെ കൊന്നിട്ടാണ് അവിടെ വന്നിട്ടുള്ളവന്മാരെല്ലാം. ഈ വെള്ളത്തൊലിയുള്ള ആൾക്കാർ മുഴുവൻ അമേരിക്കയിൽ വന്നിട്ടുള്ളത് റെഡ് ഇന്ത്യക്കാരെ കൊന്നിട്ടാണ്. അപ്പോൾ അവർക്ക് അവരങ്ങനെ ലീനേജ് ഒന്നും ഇതാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ ആഫ്രിക്കൻസ് തൊട്ട് പിന്നെ ആര്യൻസ്, ആ റേസ് തൊട്ടുള്ള എല്ലാ ആളുകളും ഇവിടെ ഒരുപാട് സങ്കലനം നടന്നിട്ടുള്ള ഒരു രാജ്യമാണിത്. അത് മാത്രമല്ല, ഇന്ത്യയുടെ കൾച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അബ്സോർബിങ് കൾച്ചറാണ്. എന്തിനേയും അതിൻ്റെ എല്ലാ നന്മകളെയും സ്വീകരിക്കുന്ന ഒരു കൾച്ചറാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയധികം കൾച്ചേഴ്സ് വന്നിട്ടുള്ളത്. നമ്മുടെ പൊതുവിലുള്ള സംസ്കാരം അതാണ്. ഏതൊരു രാജ്യത്തിൻ്റെയോ ആവട്ടെ, അല്ലെങ്കിൽ മറ്റേത് സംസ്കാരത്തിൻ്റെയോ ആവട്ടെ, മതത്തിൻ്റെ ആവട്ടെ, ഏതാണെങ്കിലും ശരി, അതിൻ്റെയൊക്കെ നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയധികം വൈവിധ്യങ്ങളുള്ളത്. 100,000 സംസ്കാരങ്ങൾ, 100,000 ഭാഷകൾ, 100,000 ജീവിത രീതികൾ. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഓരോന്നിൻ്റെയും നന്മകൾ നമ്മൾ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ്, നമ്മൾ അതിനെയൊക്കെ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ്. ഇവർ പറയുന്നത് ഈ അമേരിക്കക്കാരനായിട്ടുള്ള ഒരു ഭാഷ സംസാരിക്കുന്ന, ഒരു തരത്തിൽ വേഷം ധരിക്കുന്ന, ഒരേ തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന അവർ പറയുന്നു അവരുടെ ഇടയിൽ ഒരുപാട് വ്യത്യസ്തരുണ്ട്, എന്നിട്ടും നമ്മൾ ഒരു രാജ്യക്കാരാണ്. അവരുടെ ഇടയിൽ എന്താണ് വ്യത്യാസം? ഒരാൾ ചർച്ചിൽ പോകണം, വേറൊരു ടൈപ്പ് ചർച്ചിൽ പോകണം, അത്രയേ ഉള്ളൂ. ഒരാൾ അമ്പലത്തിലും പള്ളിയിലും പോകുന്നില്ല, ഒരാൾ ഒരു ചർച്ച്, മറ്റേയാൾ വേറൊരു ചർച്ച്. ഇത്രയും അവർ തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാഷ സംസാരിക്കുന്ന ആളും മറ്റൊരാൾ ഭാഷ സംസാരിക്കുന്ന ആളും തമ്മിൽ ചെറിയൊരു ആക്സെൻ്റ് ഡിഫറൻസ്, അതായത് നമ്മുടെ മലപ്പുറംകാരനും കൊച്ചിക്കാരനും തമ്മിൽ, അല്ലെങ്കിൽ കാസർഗോഡുകാരനും തിരുവനന്തപുരംകാരനും തമ്മിലുള്ള ഭാഷയിലുള്ള ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്നിട്ട് തന്നെ അവരത് എന്തോ വലിയ സംഭവമായിട്ടാണ് പറയുന്നത്. അവരുടെ ട്രൂ ഐഡൻറ്റിറ്റി, അവരുടെ എത്നസിറ്റി എന്ന് പറയുന്നത് അവർ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നു. എന്നിട്ടും അവർ പറയുന്നു നമ്മൾ അമേരിക്ക. അപ്പോൾ ഇന്ത്യയിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നിന്ന് ഒരു 40 കിലോമീറ്റർ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കർണാടക എത്തി. അവർ പറയുന്ന ഭാഷ പോലും നമുക്കറിയില്ല. അവർ കഴിക്കുന്ന ഭക്ഷണ രീതി വ്യത്യാസമാണ്, അവരുടെ ഡ്രസ്സിങ് വ്യത്യാസമാണ്, അവരുടെ കൃഷി രീതികൾ വ്യത്യാസമാണ്, എല്ലാം വ്യത്യാസമാണ്. അതേപോലെ ഇപ്പുറത്തേക്ക് ഒരു 40 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെത്തും. അവർ സംസാരിക്കുന്ന ഭാഷ വേറെയാണ്, കഴിക്കുന്ന ആഹാരം വേറെയാണ്, അവരുടെ രീതികളെല്ലാം വേറെയാണ്. ഇത്രയധികം വ്യത്യസ്തമായ ഈ രാജ്യത്താണ് എന്ത് പറയുന്നത്? 1 നേഷൻ 1 ടാക്സ്, 1 നേഷൻ 1 റിലീജിയൻ, 1 നേഷൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതെങ്ങനെ പ്രാക്ടിക്കലാണ്? ഇതെങ്ങനെ ശരിയാവും? ഒരു രാജ്യത്തിനകത്ത് തന്നെ അവനവനായി ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. എന്നാൽ എന്ത് വേണം? തുല്യമായിട്ടുള്ള അവകാശങ്ങളും, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാവുകയും അവരെല്ലാം ഒരു രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വേണം. ഇതൊക്കെയുള്ള ഈ രാജ്യത്തെയാണ് ആളുകളിങ്ങനെ ഡിവൈഡ് ചെയ്യാനും വെട്ടിപ്പിടിക്കാനും അവരുടെ അവരുടെ ഐഡിയോളജീസും അവരുടെ സംസ്കാരവും നമ്മുടെ നെഞ്ചത്തോട്ട് അടിച്ച് കയറ്റാനൊക്കെ ശ്രമിക്കുന്നത്. അതൊക്കെ പോട്ടെ. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനിയാണ് ഞാൻ പറഞ്ഞ ചരിത്രം. അതായത് 1947 ഈ ഡോക്യുമെൻ്ററി ഇറങ്ങുന്നതിന് മുൻപ് കടന്നു പോയിരുന്ന ഇതുപോലത്തെ ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഇനിയാണ് ഇവിടെ ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. And I have seen what this kind of talk can do. I saw it in Berlin. What were you doing there? I was a professor at the university. I heard the same words we have heard today. But I was a fool then. I thought Nazis were crazy people, stupid fanatics. But unfortunately it was not so. You see, they knew that they were not strong enough to conquer a unified country. So they split Germany into small groups. They used prejudice as a practical weapon to cripple the nation. Okay. അപ്പോൾ ഇയാൾ പറയുകയാണ്, ഞാൻ ഈ ടൈപ്പ് സംസാരം എവിടെ നിന്നാണ് കേട്ടതെന്നറിയോ? ഞാൻ ബെർലിൻ നിന്നാണ് കേട്ടത്, ജർമ്മനിയിലാണ്. ആ സംസാരം എന്തോരം അപകടം ചെയ്യുമെന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറയും. അപ്പോൾ നിങ്ങളവിടെ എന്താ ചെയ്തത്? ഞാനവിടെ പ്രൊഫസറായിരുന്നു, ഈ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിരുന്നു. അപ്പോൾ ഞാനവിടെ എന്താ കണ്ടതെന്ന് വെച്ചാൽ, ഈ നാസീസ് ഇത് സംസാരിക്കുന്ന കാലത്ത് ഞാൻ ആക്ച്വലി വിചാരിച്ചു അവർ വെറും പൊട്ടന്മാരാണെന്ന്, അവർക്ക് ഒരു ബുദ്ധിയില്ലാത്ത മരപ്പൊട്ടന്മാരാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ അവർ ശരിക്കും വളരെ ബുദ്ധിമാന്മാരായിരുന്നു. അവർക്ക് അറിയാമായിരുന്നു ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒറ്റക്കെട്ടായി നിൽക്കുന്ന രാജ്യത്തെ തകർക്കാൻ അവർക്ക് കഴിയില്ല, അല്ലെങ്കിൽ അതിനകത്ത് അവരുടെ മണ്ടത്തരം കൊണ്ട് അവർക്ക് ഇതാക്കാൻ പറ്റില്ല, അവരുടെ അങ്ങനത്തെ അജണ്ടകളൊന്നും വർക്കൗട്ട് ആവില്ല എന്ന്. അപ്പോൾ അവരെന്താക്കി? അവർ ഈ ഒന്നായി നിന്ന രാജ്യത്തെ പലതായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ആ ഡിവൈഡഡ് ഗ്രൂപ്പ്സിനെ വെച്ചിട്ടാണ് അവർ ഈ ജർമ്മനി കൈയടക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോഴും ഇത് അടുത്തൊരു സിമിലാരിറ്റിയാണ്. അതായത് നമ്മൾ വിശ്വസിക്കുന്നത് സംഘികൾ വെറും പൊട്ടന്മാരാണെന്നാണ്, അവരുടെ മണ്ടത്തരങ്ങളാണ്, അവർ വെറും മരപ്പൊട്ടന്മാരാണ്. നമ്മൾ കുറേ ട്രോൾ ഉണ്ടാക്കും, അത് കുറേ ഷെയർ ചെയ്യും, ഇതല്ലാതെ മറ്റൊരു മാറ്റവും നമ്മൾ വരില്ല, നമ്മൾ അവരെ സീരിയസ് ആയിട്ട് കാണുകയില്ല. പക്ഷേ അവർ ചെയ്യുന്നത് എന്തൊക്കെയാണ്?
നമ്മളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുന്നു. ഒന്നിനും ഉപകരിക്കാൻ കഴിയാത്ത ഒരു കെട്ട് പേപ്പർ കഷ്ണങ്ങൾ മാത്രമാക്കുന്നു. അതുപോലെ നമ്മൾ ഇത്രയും വർഷം എത്രയോ തലമുറകളായിട്ട് ഈ മണ്ണിൽ ജീവിച്ചിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ ഈ മണ്ണിലെ അല്ല എന്ന് പറയുന്നു. നമ്മുടെ ചരിത്രം വളച്ചൊടിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്ന ആളെ മഹാത്മാ എന്ന് ചേർത്ത് വിളിച്ച് അവർ ആദരിക്കുന്നു. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് അതായത് ഒരു ഫ്ലക്സിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം വെച്ചിട്ട് അതിലേക്ക് വെടിവെച്ചിട്ട് അതിലേക്ക് നിറയൊഴിച്ച് അത് ആഘോഷിക്കുന്നു. ഈ ചെറിയ കുട്ടികളുടെ മനസ്സിൽ വരെ ഈ വിഷം നിറയ്ക്കുന്നു. മതവിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും വിഷം നിറയ്ക്കുന്നു. 3000 കോടി രൂപയ്ക്ക് കാക്കയ്ക്ക് തൂറാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കക്കൂസ് ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഈ ഒരു എക്സ്ട്രാവഗൻസിയൊക്കെ നടക്കുന്നത് നമ്മുടെ നികുതി കാശ് കൊണ്ടാണെന്ന് നമ്മൾ ഓർക്കണം. ഇവരുടെ വിവരക്കേട് നമ്മൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ട്രോളായിട്ടിട്ട് ചിരിച്ചു കളയുമ്പോൾ അവർ നമ്മുടെ ചിലവിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ബോധം നമുക്കില്ല. എത്രയധികം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഓൾറെഡി പ്രൈവറ്റൈസ് ചെയ്തു. ഇനി ഏതൊക്കെ ബാക്കി വിൽക്കാൻ കിടക്കുന്നു, അതും ഇപ്പോൾ വിൽക്കും. എല്ലാം നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നികുതി കാശ് കൊണ്ട് നമ്മുടെ പൂർവികരും എത്രയോ തലമുറകൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ട് എല്ലാം നമ്മുടെ കൈവെള്ളയിൽ നിന്ന് ഊർന്നൂർന്ന് പോവാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. അതിനേക്കാൾ വലിയ അപകടമാണ് ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ടുണ്ടാകുന്നത്. Of course, that was not easy to do. They had to work hard to do it. You see, we human beings are not born with prejudices. Always they are made for us, made by someone who wants something. നമ്മുടെ ഉള്ളിൽ ഒരിക്കലും ഇത്തരം വേർതിരിവുകളില്ല. നിങ്ങൾക്കറിയാം, ഒരു കറുത്തവനും വെളുത്തവനും 2 കുട്ടികളെ ഒരുമിച്ച് വെച്ചാൽ അവർ സന്തോഷമായിട്ട് അവിടെ കളിച്ചിടക്കും. അവിടെ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ല, ക്രിസ്ത്യൻ വേറെന്തെങ്കിലും ഒരു പാസിയോ നാസിയോ അങ്ങനെ ഒരു വ്യത്യാസവും. എല്ലാവരും ഒരുപോലെയാണ്. ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരുപോലെ സന്തോഷമായിട്ട് ജീവിക്കും. അവരുടെ മനസ്സിൽ ഈ വിഷം കുത്തി നിറയ്ക്കുന്നത് വരെ. ആ വിഷം കുത്തി നിറയ്ക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട് തിരിച്ചറിഞ്ഞ് തടഞ്ഞില്ലെങ്കിൽ അത് പിന്നീട് തടയാൻ പറ്റുന്നൊരവസ്ഥയിലേ ആവില്ല. തമ്മിൽ ആ ഒരു വെറുപ്പും പകയും ദേഷ്യവും അല്ലെങ്കിൽ ആ ഒരു ഭയവും, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഭയമാണ് സൃഷ്ടിക്കുന്നത്. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. Remember that when you hear this kind of talk, somebody is going to get something out of it, and it isn't going to be you. ഇത്തരത്തിൽ ഈ വെറുപ്പ് പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് ഒന്നാണ്. ആരൊക്കെയോ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ആ നേടുന്നത് ഒരിക്കലും നിങ്ങളായിരിക്കില്ല എന്ന് മാത്രം. ഇനി പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. It's not classroom theory. I saw it happen. I saw it first in Berlin in 1932. 5 young men that I knew were standing in the crowd listening to the Nazi speaker. Eric was a Catholic. Anton, a student of mine, was a Jew. Heinrich owned a small hardware store. Karl was a farmer. And Hans was an unemployed metal worker. To all true Aryan Germans, I say it is time you inherited the nation which rightfully belongs to you. To you alone belongs the glorious destiny of the greater Germany. The Nazi Party will provide land for the farmer, work for the worker, and profits for the small businessman. Who is getting these things now? The Jew. The Jew who has stolen our nation and our birthright. Who makes all the money and takes all our jobs. The Jew, he must be shunned. He must be ostracized. He must be eliminated. And the Catholics. We don't want our great nation run by a foreign church. We Germans will know what to do with these people when the time comes. They and their faith must be destroyed. Then there are the Freemasons. In Germany, we have no place for secret societies. There will be only one society, and that is the Nazi Party. There will be no secrecy about that in the new greater Germany. One by one, he attacked each minority and he split them off one from the other. ഓരോന്നായിട്ട് ഓരോ മൈനോറിറ്റീസിനെ അവർ സ്പ്ലിറ്റ് ചെയ്തു. അവരെ തമ്മിൽ വേർതിരിച്ചു. അവരെ അകറ്റി നിർത്തി. എന്നിട്ട് എന്തു പറഞ്ഞു? ഈ രാജ്യം നിങ്ങളുടേതാണ്. ട്രൂ ആര്യൻ ജർമ്മൻസിൻ്റെതാണ്. അവരുടെ മാത്രമാണ്. അവർക്ക് ആന തരും, ചക്ക തരും, മാങ്ങ തരും, 15 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. ഇങ്ങനെയുള്ള മോഹന സുന്ദര വാഗ്ദാനങ്ങൾ അവർ വീണ്ടും വെച്ചുകൊണ്ടിരുന്നു. അവിടെ ജൂതരായിരുന്നെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളാണ്. എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം മുസ്ലിങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ കോവിഡ് സൂപ്പർ സ്പ്രെഡേഴ്സ് ആണെങ്കിൽ ശരി, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ടിപ്പു സുൽത്താൻ വളരെ മോശപ്പെട്ടൊരു മനുഷ്യനാണ്. ടിപ്പു സുൽത്താനോട് യുദ്ധം ചെയ്ത ഒരു വലിയ സംഭവങ്ങളാണ്. മുഗൾസിനോട് യുദ്ധം ചെയ്ത ഒരു വലിയ സംഭവങ്ങളാണ്. മുഗൾസ് ഉണ്ടാക്കിയതെല്ലാം വളരെ മോശമാണ്. താജ്മഹൽ കുത്തിപ്പൊളിച്ചിട്ട് വേറെന്തോ സാധനമാക്കണം.
മൈ ഗോഡ്. ഈ മുസ്ലിംസിനൊരു പ്രത്യേകതയുണ്ട്. അതായത് മറ്റ് രാജ്യങ്ങളിലെ മുസ്ലിംസിനെ എനിക്കറിയില്ല. പക്ഷേ ഇന്ത്യൻ മുസ്ലിംസിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഈ രാജ്യത്ത് വന്നിട്ട് ഇവിടെ നിന്ന് കട്ടുകൊണ്ട് എങ്ങോട്ടും പോയിട്ടില്ല. അവർ ഈ രാജ്യത്ത് തന്നെ ജീവിക്കുകയും ഈ രാജ്യത്തെ നന്നാക്കുകയും ഈ രാജ്യം ഒരു നല്ല രീതിയിൽ ഭരിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഒരു മൈനോറിറ്റീസിനെ നശിപ്പിക്കാനോ കൊല്ലാനോ ഫോഴ്സ്ഫുള്ളി റിലീജിയൻ മാറ്റാനോ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇസ്ലാം എന്ന മതത്തിനകത്ത് ഒരിക്കലും ഇസ്ലാം എന്ന മതമൊന്നുമല്ല, ഏത് മതമാണെങ്കിലും ശരി, ഒരാളെ നിർബന്ധിച്ച് ആ മതത്തിലേക്ക് പിന്നെ എന്താ പറയുക ഇതാക്കാൻ പറ്റില്ല. അതെങ്ങനെ ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിലേക്ക് ഒരാളെ നിർബന്ധിച്ച് എങ്ങനെയാണ് കൊണ്ടുവരിക? അയാളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് നീ വിശ്വസിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ദൈവം സ്വീകരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ പൊളി, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നടക്കും. അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യാനാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതെങ്ങനെ ചെയ്യാം? These men were all fellow Germans when they came here today. Now they were split into rival groups. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗാണ്. അങ്ങോട്ടേക്ക് ആ വേദിയിലേക്ക് ഇത് കേൾക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അവരെല്ലാം ഒന്നായിരുന്നു, ഇന്ത്യക്കാരായിരുന്നു, ജർമ്മൻസ് ആയിരുന്നു. പിന്നീട് എന്തായി? അവർ ഓരോരോ ഗ്രൂപ്പുകളായി മാറി. ഒരാൾ ഹിന്ദുവായി, ഒരാൾ മുസ്ലിമായി, ഒരാൾ ക്രിസ്ത്യനായി, ഒരാൾ വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതായി. അങ്ങനെ അവിടെ റേസ് ആയിരുന്നു, ഇവിടെ മതമാണ്. Suspicious of each other, hating each other. They were being swindled, all of them. To him they promised everything, and he fell for it. ഒരു ട്രൂ ആര്യൻ ജർമ്മൻ ആയിട്ടുള്ള ആൾക്ക് എല്ലാം പ്രോമിസ് ചെയ്തു. ഈ പോകുന്ന ഈ രാജ്യം മുഴുവൻ നിങ്ങളുടേതാണ്, ഇതിനുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ അയാൾ അതിനെ വീഴുകയും ചെയ്തു. അയാൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകുന്നത്. അതെങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. Will share the glorious destiny of our fatherland. Command all Germany. Pumped up his ego. He wasn't just a little fellow out of work anymore. He was a member of the master race. His wife couldn't quite understand. Even though he was a superman, there wasn't any food in the house. ഇതൊരു ഡയലോഗാണ്. ഇതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതെന്താണെന്നറിയോ? ഇവനെന്തോ വലിയ സംഭവമാണെന്നുള്ളത് തോന്നൽ വന്നു. അതായത് ഈ ട്രൂ ആര്യൻ ജർമ്മൻ, അവൻ അഡ്രസ്സൊക്കെ ചെയ്ത് ഈ ലോകത്തിലെ ഏറ്റവും മാസ്റ്റർ റേസ്, ലോകം ഭരിക്കാൻ പോകുന്ന റേസിൽ ജനിച്ചവനാണ് ഇവൻ, ഈ രാജ്യം മുഴുവൻ ഇവൻ്റെയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന തിലകക്കുറി ചാർത്തിയ കുറേ ആളുകളെ നമ്മളെ നാട്ടിൽ കാണാം. അവരെന്താ വിശ്വസിക്കുന്നത്? അവരുടേതാണ് ഈ രാജ്യം, അവരുടേതാണ് ഹിന്ദുസ്ഥാൻ, ഭാരതീയർ, തേങ്ങാപ്പിണ്ണാക്ക്. പക്ഷേ പെട്രോൾ അടിക്കാൻ പോകുന്ന സമയത്ത് ഓനും അടിക്കണം 90 രൂപയ്ക്ക്. അതാണ് ഈ പറയുന്നത്. ഈ ഭാര്യയ്ക്ക് ഇതൊന്നും മനസ്സിലായില്ല. ഇവൻ ഈ വിചാരിക്കുന്ന ഇവൻ ലോകത്തിൻ്റെ വലിയ തമ്പുരാനാണ്, സംഭവമാണെന്നൊക്കെ. പക്ഷേ കഴിക്കാൻ ആഹാരം ഉണ്ടായിരുന്നില്ല. ഈ ചിന്ത നമ്മുടെ നാട്ടിലെ ഈ പാർട്ടി വിശ്വസിക്കുന്ന ഓരോരുത്തരും അവരുടെ മനസ്സിലേക്ക് ശരിക്കൊന്ന് ഇറക്കി വെച്ചോ. കാരണം നിങ്ങൾ വാങ്ങുന്ന ഓരോ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അടിക്കുന്ന പെട്രോളിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളടക്കം നിങ്ങളുടെ പൂർവികരെല്ലാവരും അടച്ചിരുന്ന ടാക്സിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളെല്ലാം അവർ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത ജോലി? എവിടെയാണ് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ? എവിടെയാണ് ഇതൊക്കെ? ഇതൊന്നും ഇല്ലാതായി. ഈ നാടിനെ എങ്ങനെയൊക്കെ കുട്ടിച്ചോറാക്കാൻ പറ്റുമോ, നശിപ്പിക്കാൻ പറ്റുമോ, അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോന്നായിട്ട്. ഇനി കോൺഗ്രസിനെ പറ്റി നമ്മൾ പറയും, അവർ ഭയങ്കര അഴിമതിക്കാരായിരുന്നു. കോൺഗ്രസിൻ്റെ കാലത്ത് ഏറ്റവും വലിയ അഴിമതിയായിരുന്നു 2G സ്പെക്ട്രം. ഈ 2G സ്പെക്ട്രം അഴിമതിയിലെ രാജയെ ഇറക്കിക്കൊണ്ടുവന്നത് ആരാ? ആലോചിച്ചാൽ മതി. ഇനി ഇങ്ങനെയുള്ള അഴിമതികളല്ലാതെ അന്ന് പിന്നെ ഇവരൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അഴിമതി ഇല്ലാതൊന്നും പറയുന്നില്ല. ഈ കോൺഗ്രസ് അഴിമതി കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പാവങ്ങളായിട്ടുള്ള പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന പരിപാടി അല്ലായിരുന്നു. ഈ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരിയ പണം, അതായത് 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ 53 രൂപയാണ് നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്. ഇന്നത്തെ കണക്ക്, നാളെ ഇനി വേറെ ഓട്ടോ. ഈ 53 രൂപ ഒരു ലിറ്റർ പെട്രോളിന്. ഇങ്ങനെ 130 കോടി ജനങ്ങളുണ്ട് ഈ നാട്ടിൽ. ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി നമ്മളെല്ലാം പെട്രോൾ അല്ലെങ്കിൽ ഫ്യൂവലിന് ഡിപ്പെൻഡഡ് ആണ്. അത് പോട്ടെ, 50 കോടി ജനങ്ങൾ ഡെയിലി 1 ലിറ്റർ പെട്രോളാണ് കേട്ടോ. ഒരു ലോറിക്കൊക്കെ എത്ര മൈലേജ് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. അവർ ഒരു ദിവസം എത്ര ലിറ്റർ പെട്രോൾ, അതൊക്കെ പോട്ടെ. 50 കോടി ജനങ്ങൾ 1 ലിറ്റർ പെട്രോൾ വെച്ച് അടിക്കുകയാണെങ്കിൽ 50 കോടി ഇൻറ്റു 53 രൂപ. ഇത്രയധികം പണം ആരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്? ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ഈ പൈസ വെച്ചിട്ടാണ് ഈ കർണാടകയിലെയും അവിടെ ഇവിടെയൊക്കെ ഉള്ള MLA-മാരെ ചാക്കിട്ട് പിടിക്കാൻ 50 കോടിയാണ് ഫസ്റ്റ് ഓഫർ. ഈ 50 കോടി രൂപ വെച്ച് ഒരു MLA-ക്ക് കൊടുക്കാൻ മാത്രമുള്ള പൈസ ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ആലോചിച്ചാൽ മതി. ഈ BJP-യുടെ ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറിൻ്റെ ഒക്കെ പൈസ ഇങ്ങനെ കയറി വരുന്നത് വേറെ ആരുടെയും പണമല്ല, നിങ്ങളുടെയൊക്കെ തന്നെ പണം കൊണ്ടാണ്. Stupid woman. Didn't she realize that the Nazis were going to make jobs for everybody? There would be plenty of food and clothing and a new house. Everything they wanted. The glorious future of Germany was
Huns didn't like that kind of talk. Huns? Of course not. So they could come to power. They would merely use Huns to help them get there. He would do the people's liberty. And of course they lost their own. A nation of suckers. Hitler needed these people. There was lots of work to be done. ഈ പറഞ്ഞ മണ്ടത്തരങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങളെ ഹിറ്റ്ലറിന് ആവശ്യമുണ്ടായിരുന്നു. അവർക്ക് അധികാരത്തിൽ നിൽക്കാനും അധികാരം നേടാൻ വേണ്ടിയിട്ടും. അതല്ലാതെ അവർക്കൊന്നും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല കയറിയത്. അങ്ങനെ തിരിച്ചു കൊടുക്കത്തുമില്ല. അതുതന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. There were trade unions to be smashed because unions were organized and might offer resistance. അതെ. ഇനി അടുത്തത് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വളരെ പ്രശസ്തമായ ഒരു കവിതയുണ്ട് ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയത്. അത് പറഞ്ഞിട്ട് നമുക്ക് ഓടിച്ചു പോകാം. അതായത് ദേ കെയിം ഫോർ ദ ട്രേഡ് യൂണിയനിസ്റ്റ്. ആദ്യം അവർ ട്രേഡ് യൂണിയനിസ്റ്റുകളെ തേടി വന്നു. പക്ഷേ ഞാൻ അവരെ എതിർത്തില്ല. കാരണം ഞാൻ ട്രേഡ് യൂണിയനിസ്റ്റ് അല്ല. പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാൻ എതിർത്തില്ല. കാരണം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല. പിന്നീട് അവർ ജൂതരെ തേടി വന്നു. ഞാൻ എതിർത്തില്ല. ഞാനൊരു ജൂതനല്ലായിരുന്നു. ഒടുവിൽ അവർ എൻ്റെ വാതിലിൽ വന്ന് മുട്ടി. അന്ന് എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓരോന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തം ബുദ്ധി അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ട്രേഡ് യൂണിയനിസ്റ്റ്, കമ്മ്യൂണിസ്റ്റുകൾ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ജർമ്മൻസ് നശിപ്പിച്ചു. ഇതേപോലെ തന്നെ ഇവിടെ നശിപ്പിച്ചു. ഇനി പറയാൻ പോകുന്നത്, അതായത് ഇത് കഴിഞ്ഞിട്ട് ഈ ട്രേഡ് യൂണിയനിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുന്നതാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് ശരിക്കും നടക്കുന്ന ഒരു കാര്യം. There were many political parties in Germany. Jews to be beaten and killed. The Jews were not powerful. Catholics were put in jail. Then one by one, they had destroyed the pieces. Over these broken pieces, the Nazis rode into power. They now ruled all of Germany. But still they had trouble with their oldest and most persistent enemy, the truth. They found that truth does not die easily. And so they decided to abolish truth. One great source of truth is literature. So they burned books, 20 million of them. Many great men in Germany who were spokesmen for truth were jailed or driven from their country. Teachers, writers, scientists. Education was discouraged. In 5 years, college attendance dropped 53%. It was forbidden to listen to a British radio program or read an American newspaper. In Nazi Germany, you had to get your information from Dr. Goebbels. He knew what was best for you. You couldn't see this movie or listen to this music. Okay. ഇവിടെയാണ് ശരിയായ സംഭവം. അതായത് ജർമ്മനി അവരുടെ കയ്യിലായിരുന്നു. അതായത് മൊത്തത്തിൽ അവരുടെ കയ്യിൽ വന്നു. മറ്റുള്ള പാർട്ടികളെല്ലാം ഇല്ലാതാക്കി. അങ്ങനെയുള്ള മെയിൻ ലീഡേഴ്സ് ഒക്കെ നഷ്ടപ്പെട്ടു. ഒന്നുമില്ല. അങ്ങനെ വേറെ ഒരു ഓപ്പോസിഷനും ഇല്ലാതെ ജർമ്മനി കംപ്ലീറ്റ് ആയിട്ട് ഹിറ്റ്ലറിൻ്റെ കയ്യിൽ വന്നു. അതിനുശേഷവും അവർ ഏറ്റവും അധികം ഭയപ്പെട്ടിരുന്ന അവരുടെ ഏറ്റവും വലിയ എനിമി സത്യം എന്ന് പറയുന്നത് അപ്പോഴും നിലകൊണ്ടിരുന്നു. അപ്പോൾ സത്യത്തെ നശിപ്പിക്കുക എളുപ്പമല്ല. അതുകൊണ്ട് അവരെന്താക്കി, സത്യത്തെ അബോളിഷ് ചെയ്യാൻ, അവിടെ ബാൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ തീയിട്ട് കത്തിച്ചു. യൂണിവേഴ്സിറ്റീസ് ബാൻ ചെയ്തു. പ്രൊഫസേഴ്സിനെയും ലെക്ചേഴ്സിനെയും സത്യം ഉറക്കെ വിളിച്ചു പറയാൻ ആർജവം കാണിച്ചവരെയും മുഴുവൻ പിടിച്ച് ജയിലിലാക്കി. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. നിങ്ങൾക്കറിയാം നമ്മുടെ ചുറ്റിലും നടക്കുന്നത് എന്താണെന്ന്. അങ്ങനെയുള്ള എന്തിനാ അമർത്യ സെന്നെ പോലെ പിന്നെ ഇയാൾക്ക് എന്ത് തേങ്ങ അറിയാമെന്ന് പറഞ്ഞ ടീമുകളാണ്. പറയുന്നില്ല എന്തിന് നൊബേൽ പ്രൈസ് വിന്നേഴ്സ് ആയിട്ടുള്ള വലിയ വലിയ എക്കോണമിസ്റ്റുകൾ, ഈ രാജ്യത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള എക്കോണമിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ്, രഘുറാം രാജൻ, ഇവരെല്ലാം പറഞ്ഞു ഇത് വലിയ ദുരന്തങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഈ കോവിഡിന് മുൻപ് നമ്മുടെ GDP എങ്ങോട്ടേക്കായിരുന്നു കുമിഞ്ഞു കുത്തിയിരുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ അതിനെ വാണക്കുറ്റി പോകുന്ന പോലെയാണ് പോകുന്നത്. ഇതൊക്കെ എവിടെ പോയി തീരുന്നുള്ളതാണ്. കാരണം ഏറ്റവും കോമൺ ആയിട്ടുള്ള ആളുകൾ, നിങ്ങൾക്ക് ഓർക്കണം, ഈ പ്രീ കോവിഡ് ടൈമിലുണ്ടായിരുന്ന വലിയൊരു ഇൻഫ്ലേഷൻ, വലിയൊരു സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചു ഇന്ത്യയിൽ. GDP വല്ലാതെ കൂപ്പുകുത്തി. ആ സമയത്ത് ഒരുപാട് കമ്പനീസ് അവരുടെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, ഒരു മാസത്തിൽ ഇത്ര ദിവസം മാത്രം വർക്ക് ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് പ്രൊഡക്ഷൻ വല്ലാതെ കുറച്ചൊരു സമയം ഉണ്ടായിരുന്നു. അതായത് ടാറ്റ
ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിലും അതുപോലെ ടെക്സ്റ്റൈൽ കമ്പനീസൊക്കെ പിന്നെ പരസ്യം വെക്കുകയാണ്. അതായത് ഗവൺമെൻറ് ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അതിനുവേണ്ടി പരസ്യം, ഗവൺമെൻറ്റിലേക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടി വരെ പരസ്യങ്ങൾ ഇറക്കിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്നെന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയോ? ജനങ്ങളുടെ കയ്യിൽ പണമില്ല സാധനങ്ങൾ വാങ്ങാനുള്ള, ബൈയിങ് പൊട്ടൻഷ്യൽ വല്ലാതെ കുറഞ്ഞതായിരുന്നു സിറ്റുവേഷൻ. അപ്പോൾ ശരിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്താൻ വേണ്ട നടപടികൾ RBI സ്വീകരിക്കുകയാണ് വേണ്ടത്. പകരം എന്താണ് സംഭവിച്ചതെന്നറിയാം? നമ്മുടെ വളരെ വിഖ്യാതയായ ഫിനാൻസ് മിനിസ്റ്റർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു കൊടുത്തു. കോർപ്പറേറ്റുകളുടെ സാധനങ്ങൾ ചിലവാകുന്നില്ല, അവരിൽ വലിയ നഷ്ടം വരികയാണെന്ന് പറഞ്ഞപ്പോൾ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു കൊടുത്തു. മുതലാളിമാരുടെ സാധനം വിറ്റ് പോകുന്നില്ല, നഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും വേണ്ടത് ജനങ്ങളിലേക്ക് പണം എത്തിച്ച് അത് വാങ്ങാനുള്ള കെൽപ്പ് അവർക്ക് ഉണ്ടായി കൊടുക്കണം. അവരെ നട്ടെല്ലൊടിച്ചത് GSTയും ഡിമോണിറ്റൈസേഷനും തന്നെയാണ്. എന്നാലും അതിനെ ശരിയാക്കി എടുക്കാനുള്ള അവസരങ്ങൾ അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചെയ്തത് എന്താണ്? മുതലാളിമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കോർപ്പറേറ്റ് ടാക്സ് ഇളവ് കൊടുത്തു. ഇതാണ് നമ്മുടെ രാജ്യം. ഇനി അടുത്ത വേറൊരു കാര്യം, ഇതിനകത്ത് തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഗിബൽസ്, അഥവാ ആ കാലഘട്ടത്തിലെ സ്വതന്ത്ര മീഡിയകൾ മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞ് അവരുടെ ഒരാളിൽ നിന്നാണ് ജർമ്മനിയിലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്കിവിടെ ഗോസ്വാമി ഉണ്ട്, അതുപോലെ കുറേ കോന്തന്മാരുണ്ട് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോർപ്പറേറ്റ് മീഡിയ ഹൗസുകൾ ഓൺ ചെയ്യുന്ന ചാനൽസാണ് ഇപ്പോൾ നമ്മളുടെ എല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. എല്ലാം അവരുടെ വേർഷൻ ഇത് മാത്രം. സത്യം പറയുന്ന മീഡിയാസിനെയൊക്കെ അവരെങ്ങനെയെങ്കിലുമൊക്കെ ചവിട്ടിക്കൂട്ടി മൂലക്കിടും. അല്ലെങ്കിൽ അങ്ങനെ ഒരു വോയിസ് തന്നെയല്ല. ഇപ്പോൾ നമുക്കറിയാം ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന തോറ്റ പ്രധാനമന്ത്രി അവരെന്തെങ്കിലും സാധനത്തിൽ പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഒരു സെൻസിബിളായിട്ട് പറയുന്നത്. ഇനി അയാൾ പറയാത്തതാണോ അതോ മീഡിയയിൽ അത് വരാത്തതാണോ എന്നറിയില്ല. അവരുടെ ചോദ്യങ്ങളൊക്കെ മുങ്ങിപ്പോവുകയാണ്. മറ്റൊരു പാർട്ടിയും ഇല്ലാതെ ഓംനിപൊട്ടൻ്റായിട്ട് നമ്മുടെ ഡെമോക്രസിയിൽ വരികയാണ്. ഡെമോക്രസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഒരു ഓപ്പോസിഷൻ പാർട്ടി. എന്തും ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടി ഉണ്ടാവണം. അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഒരു ഓപ്പോസിഷനും ഇല്ലാതെ അവർക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന പരമാധികാരമുള്ളൊരു പാർട്ടിയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. അതിന് മീഡിയ അവരുടെ വാലാട്ടിപ്പട്ടികളും. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം ഈ അടുത്തൊരു വൻ വിവാദം നടന്നതാണ്. അർണബ് ഗോസ്വാമിയുടെ പിന്നെ വാട്സപ്പ് ചാറ്റും കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. എന്നിട്ടും ഈ രാജ്യത്തൊന്നും സംഭവിച്ചില്ല. ഇവിടെ ആരെ തല്ലിക്കൊന്നാലും എന്ത് സംഭവിച്ചാലും ആരെ തീയിട്ടാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ധൈര്യം ഇന്നുണ്ട്. And you couldn't watch Joe Louis fight. Einstein, one of the world's great scientists, disproved that theory too. He was The battle signals fight for truth. He who desires liberty for himself cannot deny to. മറ്റൊരു കാര്യം, നമ്മുടെ ജഡ്ജിമാർ കൊല്ലപ്പെട്ടു, ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടു, അതൊക്കെ തെരുവിൽ ആഘോഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ തെരുവിൽ ആഘോഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് സത്യമാണ്. ബാംഗ്ലൂർ വെച്ച് കൊല്ലപ്പെട്ട ജേർണലിസ്റ്റിൻ്റെ മരണം ആ തെരുവിൽ അവർ ആഘോഷിച്ചിരുന്നു. ആസിഫ എന്ന പെൺകുട്ടിയെ കൊന്നത് അവർ ആഘോഷിച്ചിരുന്നു. രാജസ്ഥാനിലെ ഒരാളെ തലക്കടിച്ച് പിന്നിൽ നിന്ന് അടിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതിൻ്റെ വിഷ്വൽ പുറത്തു വന്നപ്പോൾ അയാൾ ആ ജയിലിനകത്ത് പോയെങ്കിലും അയാളുടെ കുടുംബത്തിന് 5 കോടി രൂപയാണ് ആളുകൾ പിരിച്ചെത്തിച്ചു കൊടുത്തത്. അത്രമാത്രം വെറുപ്പ് പടർന്നു കഴിഞ്ഞു. ഈ വെറുപ്പിൻ്റെ ഭ്രാന്ത് തലയിൽ കയറിയിട്ടുള്ള, അത് വിദ്യാഭ്യാസം ഇല്ലാത്തവരോ വിവരമില്ലാത്തവരൊന്നുമല്ല, വലിയ പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ് എല്ലാവരും ഈ ഭ്രാന്തിൻ്റെ അടിമയാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു അമ്പലത്തിലിട്ട് കൊന്നിട്ട് അത് ആഘോഷിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്, എന്തിനെയാണ് വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾ വീണ്ടും ഒന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. there is groups. We find the same range of potentialities. ഇവർ ഈ പറയുന്ന റേസിനെ പറ്റിയാണ് ഇവിടെ ഈ പറയുന്നത്. ഇത് ഈ പ്രൊഫസർ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ലയെന്ന്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ കാണാം. അതായത് ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു സംസ്കാരമാണ്. അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന എല്ലാവരെയും പറയുന്ന പേരാണ് ഹിന്ദു. അങ്ങനെ അവർ പറയുന്ന ഒരുപാട് മണ്ടത്തരങ്ങൾ, ചരിത്രത്തിലില്ലാത്ത വിവരദോഷങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നവരാണ് കുറ്റവാളികളാകുന്നത്. അല്ലെങ്കിൽ അവരെയാണ് ആളുകൾ പുച്ഛിച്ച് തള്ളുന്നത്, അല്ലെങ്കിൽ അവരെയാണ് എന്താ പറയുക ക്രൂശിക്കുന്നത്. And so for all practical purposes, truth had been abolished. Resisted the Nazis, gambling on a better life for himself. Butter and cannon. So Hans couldn't have butter. And when because in this country we all belong to minority groups,
I was born in Hungary. You are a Mason. These are minorities. And then you belong to other minority groups too. You are a farmer. You have blue eyes. You go to the Methodist Church. Your right to belong to these minorities is a precious thing. You have a right to be what you are and say what you think, because here we have personal freedom. We have liberty. And these are not just fancy words. This is a practical and priceless way of living. But we must work at it. We must guard everyone's liberty, or we can lose our own. If we allow any minority to lose its freedom by persecution or by prejudice, we are threatening our own freedom. നമ്മളായിരിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയൊരു സംഭവമാണെന്ന് പറയുന്നത്. അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ വർക്ക് ചെയ്യണം. മറ്റാരുടെയെങ്കിലും നഷ്ടപ്പെടാൻ നമ്മൾ കാരണമാവുക, അല്ലെങ്കിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ഒരു ദിവസത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളായിരിക്കാൻ കഴിയണം. അതിനെ ചോദ്യം ചെയ്യുന്ന ഒന്ന് വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. And this is not simply an ideal. This is good, hard common sense. You see, here in America is not a question whether we tolerate minorities. America is minorities. And that means you and me. ഇവിടെ അമേരിക്കയിൽ മൈനോറിറ്റീസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ടോളറേറ്റ് ഉണ്ടോയെന്നോ അല്ല, മറിച്ച് അമേരിക്ക എന്ന് പറഞ്ഞാൽ തന്നെ മൈനോറിറ്റീസിൻ്റെ ഒരു ക്ലസ്റ്റർ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ 10,000 മടങ്ങാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റീസിനെ ടോളറേറ്റ് ചെയ്യുന്ന സ്ഥലമല്ല. ഇന്ത്യ എന്ന് പറയുന്നത് മൈനോറിറ്റീസിൻ്റെ ഒരു വലിയ കേന്ദ്രമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഇവിടെ പിന്നെ എന്താ പറയുക, എന്തോരം ദൈവങ്ങൾ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ക്രോസാണ്. ഇപ്പോൾ ശൈവരും വൈഷ്ണവരും തമ്മിൽ യുദ്ധങ്ങൾ നടന്നിരുന്ന കാലം നമുക്കറിയാം. നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. രണ്ടും ദൈവങ്ങളാണ്. ഒരു ഹിന്ദു എന്ന മതത്തിൽ തന്നെയുള്ള 2 ദൈവങ്ങളാണ് ശൈവരും വൈഷ്ണവരും. അവരുടെ ഇടയിൽ വരെ അത് ഡിവിഷനാണ്, വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങളുടെ ഇടയിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയണം. അല്ലാതെ തമ്മിലടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, അതായത് നമ്മുടെ സുനിൽ പി ഇളയിടം മാഷൊക്കെ പറയുന്ന ഒരു കാര്യം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. അതായത് അദ്ദേഹത്തോട് ഒരു വേദിയിൽ വെച്ച് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഹിന്ദുത്വ ഭീകരതയെ ഇത്രയധികം എതിർക്കുന്നത്? എന്തുകൊണ്ട് ഇവിടെ മുസ്ലിം ഭീകരതയില്ലേ, ഇസ്ലാമിക് ഭീകരതയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇസ്ലാമിക് ഭീകരത തീർച്ചയായിട്ടും ഉണ്ട്. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ അവിടെയൊക്കെ എന്തായിരുന്നു, അവിടെയും ഈ ഇസ്ലാമാണോ ഹിന്ദു ആണോ എന്നുള്ളതല്ല വിഷയം. മെജോറിറ്റി ഭീകരതയാണ് പ്രശ്നം. മൈനോറിറ്റി ഭീകരതയേക്കാൾ ഒരു 10,000 മടങ്ങ് അല്ലെങ്കിൽ അതിനും മടങ്ങ് ഭീകരമാണ് മെജോറിറ്റി ഭീകരത ഉണ്ടാക്കുന്നത്. ഈ അഫ്ഗാനിസ്ഥാൻ പോലത്തെ ഒരു രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്? അവിടെ മെജോറിറ്റി ഭീകരത ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ. ഐസിസിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അവർ മെജോറിറ്റി ആകുമ്പോഴാണ് ഏറ്റവും പ്രശ്നം. അല്ലാതെ 1-2 പ്രശ്നങ്ങളാണെങ്കിൽ മെജോറിറ്റിക്ക് ഈസി ആയിട്ട് അതിന് ഒതുക്കാൻ പറ്റും. മൈനോറിറ്റി ഭീകരതയേക്കാൾ എത്രയോ മടങ്ങ് ഭീകരമാണ് മെജോറിറ്റി ഭീകരത. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിക്കുന്നത്. അതായത് മൈനോറിറ്റീസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്താണ് ഇത്രയും വലിയ ജനോസൈഡ്സ് ഉണ്ടാകുന്നത്. 20 ലക്ഷം പേരൊക്കെയാണ് ജർമ്മനിയിൽ കൊന്നൊടുക്കിയെന്ന് പറയുന്നത്. അവർ മൈനോറിറ്റി ആയിരുന്നു. അപ്പോൾ ഇതാണ് വളരെ വലിയ വേറൊരു കാര്യം. അതായത് മൈനോറിറ്റീസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി മെജോറിറ്റി വരുമ്പോഴാണ് പ്രശ്നം. So let's not be suckers. We must not allow the freedom or dignity of any man to be threatened by any act or word. Let's not be suckers. മറ്റാരുടെയും സ്വാതന്ത്ര്യവും അവരുടെ ഇൻഡിവിജ്വാലിറ്റിയും നഷ്ടപ്പെടുത്താൻ വേറൊരാളുടെ ഒരു ആക്ട് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വാക്ക് കൊണ്ടോ നമ്മൾ അനുവദിക്കാതിരിക്കുക എന്നതാണ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നിങ്ങളിതിൻ്റെ മുഴുവൻ വീഡിയോ തീർച്ചയായിട്ടും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിപ്പം ഒറിജിനൽ വീഡിയോനെക്കാട്ടിലും എൻ്റെ കത്തിയും എല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ചധികം വലിപ്പമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഇറ്റ്സ് വർത്ത് വാച്ചിങ്. നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചരിത്രം പഠിക്കുന്നത് പഴയ നമ്പേഴ്സ് പഠിച്ചിട്ട് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അതിൻ്റെ വീണ്ടും അതേപോലത്തെ ഒരു പാറ്റേൺ വരുന്ന സമയത്ത് അത് മനസ്സിലാക്കാനും പണ്ട് പൂർവികർക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടാണ്. ആ ഒരു പാഠമാണ് ഈ ഡോക്യുമെൻ്ററി നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. അവർ ആ കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് കാണുക. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇതിൻ്റെ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുക. നമ്മുടെ ചുറ്റിലും വരുന്ന ഇത്തരത്തിലുള്ള അനീതിയും അക്രമങ്ങളും തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനുമുള്ള സാമാന്യ ബുദ്ധി, കോമൺ സെൻസ് ഉണ്ടായിരിക്കുക, അത്രമാത്രം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ ഒരു ആശയത്തോട്
ചായ്വുള്ളവരോ ഇപ്പോൾ നമ്മൾ സംഘി എന്നൊക്കെ വിളിക്കുന്ന അത്ര എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ ഒരു വിഷയമല്ല. ചാണകത്തിൽ ആര് വേണേലും ചവിട്ടിപ്പോകും. പക്ഷേ ആ ചാണകം എടുത്ത് തലയിൽ പൂശാതെ അത് കഴുകിക്കളയുക, അത്രയേ ഉള്ളൂ. അബദ്ധങ്ങൾ ആർക്ക് വേണമെങ്കിലും പറ്റാം, അത് തിരുത്തി മുന്നോട്ട് വരിക, അത്രേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.